വരുന്ന ഒരു വർഷം സജീവമായി പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം തേടുന്ന ഒരു ഓണാഘോഷം കൂടി ആവട്ടെ ഇത്. രാത്രി 10 മണി വരെ നീളുന്ന വളരെ മനോഹരമായ ഓണാഘോഷങ്ങളാണ്. നാളെ എല്ലാവർക്കും ഓണക്കോടി വിതരണം ചെയ്യുന്നു. എല്ലാവർക്കും മറുനാടൻ മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിലേറിയതിന് ശേഷമുള്ള ആദ്യ ഓണം ആഘോഷം നടക്കുകയാണ്. മേയറെ സംബന്ധിച്ച് VV രാജേഷ് മേയർ ആയതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. എന്തായാലും ശ്രീ VV രാജേഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. മേയർ ആയതിന് ശേഷമുള്ള ആദ്യത്തെ ഓണം. വളരെ സന്തോഷമുണ്ട്. മുഴുവൻ ജീവനക്കാരും കൗൺസിലർമാരും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ചേർന്നിട്ട് ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ അത്തപ്പ് വിടുകയാണ്. ഓരോരോ വിങ്ങായിട്ട് അത്തപ്പ് വിടുകയാണ്. അതിൻ്റെ മത്സരമുണ്ട്. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഉച്ചഭക്ഷണം സദ്യയുണ്ട്. അതിനിടയ്ക്ക് ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ തന്നെ കലാപരിപാടികളുണ്ട്. അത് കഴിയുമ്പോൾ ഉച്ചശേഷം കായിക മത്സരങ്ങളുണ്ട്. വൈകുന്നേരം സാംസ്കാരിക സമ്മേളനം, അതിനെ തുടർന്ന് ഗാനമേള ഒക്കെ ഉണ്ട്. രാത്രി 10 മണി വരെ നീളുന്ന വളരെ മനോഹരമായ ഓണാഘോഷങ്ങളാണ്. 2 ദിവസത്തെ ഓണാഘോഷമാണ്. നാളെ എല്ലാവർക്കും ഓണക്കോടി വിതരണം ചെയ്യുന്നു. ശരി, എന്തായാലും ഓണാശംസകൾ എല്ലാവർക്കും മറുനാടൻ മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ. എന്തായാലും മേയറും വളരെ സന്തോഷത്തിലാണ്. കാരണം VV രാജേഷ് മേയർ ആയതിനു ശേഷമുള്ള ആദ്യത്തെ ഓണാഘോഷമാണ്, നഗരസഭയിലെ ആദ്യത്തെ ഓണാഘോഷമാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലാണ്. ഇവിടെ നഗരസഭയിൽ വലിയ സജ്ജീകരണങ്ങളാണ് നിലവിലിപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അതായത് ഇന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അത്തപ്പൂക്കള മത്സരം നടക്കുന്നു. അതിനുശേഷം ഓണസദ്യ, ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നു. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഓരോ കൗൺസിലർമാരും അതുകൂടാതെ ഡെപ്യൂട്ടി മേയർ ആശാനാഥും ഇതാ പിന്നാലെ മാവേലിയും എല്ലാം തന്നെ അണിനിരന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ടാണ് മേയർ VV രാജേഷും മാവേലിയും ഈ നഗരസഭയ്ക്ക് ചുറ്റും ഇന്ന് സഞ്ചരിച്ചത്. അതായത് ഓരോ ഉദ്യോഗസ്ഥർക്കും അതുകൂടാതെ ഇവിടെയുള്ള എല്ലാ കൗൺസിലർമാർക്കും ഉൾപ്പെടെ മാവേലിയും മേയർ VV രാജേഷും ഒന്നിച്ചാണ് ഓണാശംസകൾ നേർന്നിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ്, സന്തോഷത്തിലാണ്. കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഷാഫി, മറ്റ് എൻ്റെ സഹപ്രവർത്തകർ, ജനപ്രതിനിധികൾ, LDF നേതാവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി സിന്ധു ശശി, മറ്റ് മേരി പുഷ്പം UDF പാർലമെന്ററി പാർട്ടി ഉപനേതാവ്, മറ്റ് സഹപ്രവർത്തകർ, കൗൺസിലർമാർ, ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷമുള്ള ആദ്യ ഓണാഘോഷമാണ്. വളരെ നന്നായിട്ട് ഇവിടുത്തെ ജീവനക്കാരൊക്കെ ചേർന്നുകൊണ്ട് ഈ ഓണാഘോഷത്തിന് തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭരണസമിതിയുടെ മുഴുവൻ കൗൺസിലർമാരും 101 കൗൺസിലർമാരുടെയും അതോടൊപ്പം തന്നെ എല്ലാ മുന്നണികളുടെയും പാർലമെന്റ് പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഇനി ഒരു നിമിഷം പോലും പ്രസംഗിച്ചൊന്നും നീട്ടാനില്ല. രാവിലെ മുതൽ രാത്രിയോളം നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് പരിപാടികൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും തുടക്കം മുതൽ തന്നെ അതിൻ്റെ കോർഡിനേഷനൊക്കെ സ്വയമേ ഏറ്റെടുത്ത് ഒരു മീറ്റിംഗ് പോലും ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ കോർപ്പറേഷൻ സെക്രട്ടറി മുഹമ്മദ് ഷാഫി, അദ്ദേഹം ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള എനിക്കൊന്നും മുമ്പ് ഇവിടെ ആയിരുന്നതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചിട്ടവട്ടങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത് ഭരണസമിതിക്ക് കൂടുതൽ ഒരു ആശ്വാസമായിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് അതോടൊപ്പം തന്നെ മേയറാണ് ഇതിൻ്റെ ജനറൽ കൺവീനറെങ്കിലും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MR ഗോപൻ, അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറൊക്കെ ആശാനൊക്കെ തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് ഓരോരോ കാര്യങ്ങളും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്തു.
കരമന അജിത്ത് ഉൾപ്പെടെ മഞ്ജു ഉൾപ്പെടെയൊക്കെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരൊക്കെ വളരെ സജീവമായിരുന്നു. ശ്രീ ചെമ്പഴന്തി ഉദയൻ ഏകദേശം ഇതുപോലുള്ള ഒരു ഓണാഘോഷം അദ്ദേഹത്തിൻ്റെ വാർഡിൽ തന്നെ സംഘടിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 101 വാർഡുകളിൽ ഏറ്റവും വാർഡുകളിൽ എഫർട്ട് എടുത്തിരിക്കുന്ന വാർഡുകളിൽ ഒന്ന് ചെമ്പഴന്തി വാർഡാണ്. അപ്പോൾ വളരെ മനോഹരമായ തിരുവനന്തപുരം കോർപ്പറേഷൻ മുഴുവൻ ഇന്നലെ അത് മണ്ണന്തല വാർഡ് ഇന്നലെ ഏകദേശം എല്ലാ സോണൽ ഓഫീസുകളിലും ഓണാഘോഷമായിരുന്നു. ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഔദ്യോഗിക ഓണാഘോഷം നടക്കുകയാണ്. കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം എല്ലാ ജീവനക്കാരും ഒക്കെ വന്നതിന് ശേഷം നാളത്തെ നമ്മുടെ ഒരു ഫംഗ്ഷനെ കുറിച്ച് ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഒരിക്കൽ കൂടി അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും പരമാവധി സമയം എല്ലാവരുടെയും എൻജോയ്മെൻറ്റിന് വേണ്ടിയുള്ള വരുന്ന ഒരു വർഷത്തേക്ക് എൻജോയ്മെൻ്റ് എന്ന് പറയുന്നതിലപ്പുറം വരുന്ന ഒരു വർഷം സജീവമായി പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം തേടുന്ന ഒരു ഓണാഘോഷം കൂടി ആവട്ടെ ഇതെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ ഡെപ്യൂട്ടി മേയറും മറ്റ് കൗൺസിലർമാരും ഇതാ നഗരസഭയ്ക്ക് മുൻപിൽ ഒരുക്കിയിരിക്കുന്ന ഊഞ്ഞാലിൽ ആടാൻ പോവുകയാണ്. ഓണക്കാലത്തിൻ്റെ അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഒരു നമ്മുടെ എല്ലാം തന്നെ ഒരു പഴയ കാലത്തെ ഓർമ്മയാണ്. അതായത് മുറ്റത്തെ മാവിൻ ചുവട്ടിലൊരു ഊഞ്ഞാല് കെട്ടുക, ആ ഊഞ്ഞാലിൽ ആടുക എന്നുള്ളത്. എന്തായാലും നഗരസഭയിൽ ഓണക്കാലത്തെ ഓർമ്മിപ്പിക്കുന്നതിനും അതിൻ്റെ പഴമ വീണ്ടെടുക്കുന്നതിനുമായി നിലവിലിപ്പോൾ നഗരസഭയ്ക്ക് മുൻപിലുള്ള മാവിൻ ചുവട്ടിൽ ഒരു നല്ല ഊഞ്ഞാൽ കെട്ടിയിരിക്കുകയാണ്. എന്തായാലും ആ ഊഞ്ഞാലിൽ ആടാൻ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് തയ്യാറാവുകയാണ്. എന്തായാലും ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ മാത്രമല്ല, കടകംപള്ളി വാർഡ് കൗൺസിലറായ സൂപ്പർ വുമൺ കൂടി കയറിയിട്ടുണ്ട്. ജയ രാജീവ് കൂടി കയറിയിട്ടുണ്ട്. എന്തായാലും നഗരസഭയിലെ ഓണാഘോഷം കളർഫുള്ളാണ്, ഫുൾ ഓണം മൂഡാണ്. മേയറുടെ ഉദ്ഘാടനത്തോടുകൂടി നമ്മുടെ ഓണപരിപാടികൾക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മളുടെ ഈ വർഷത്തെ ഓണാഘോഷത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാവേലി മണ്ണിൽ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തായാലും ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അധികം ഊഞ്ഞാലിൽ ആടാൻ നിന്നില്ല. ഇതാ നിരവധി കൗൺസിലർമാരുണ്ട്. അവരെല്ലാവരും തന്നെ ഊഞ്ഞാലിൽ കയറുവാനുള്ള ആവേശത്തിലാണ് ഉള്ളത്. ഡെപ്യൂട്ടി മേയർ ആദ്യമായിട്ടാണ് ഊഞ്ഞാലിൽ കയറിയത് എന്നുള്ളൊരു സംശയമുണ്ട്, ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്തായാലും ഊഞ്ഞാലാട്ടുന്ന ആവേശത്തിലാണ് നിലവിൽ എല്ലാവരും തന്നെ ഉള്ളത്. നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരും, അതായത് CPM-ൻ്റെ കൗൺസിലർമാർ വന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ മേരി പുഷ്പം അടക്കമുള്ള നിരവധി കൗൺസിലർമാർ ഈ ഒരു ഓണാഘോഷത്തിൽ പങ്കെടുക്കുവാനായി നഗരസഭയിൽ നിലവിലിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും നഗരസഭയിലെ കൗൺസിലർമാരെ സംബന്ധിച്ചും ജീവനക്കാരെ സംബന്ധിച്ചും വലിയ സന്തോഷത്തിലാണ് അവർ ഉള്ളത് എന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.